ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. യുകെയിലെ ബാർച്ചസ്റ്റർ കെയർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ നഴ്സിംഗ് കെയർ ഹോമുകളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ഈ കെയർ ഹോമിലേക്ക് വൻതോതിൽ നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, നെക്സസ് പാത്വേ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പരസ്യം നൽകി നൂറുകണക്കിന് മലയാളി നേഴ്സുമാരുൾപ്പെടെയുള്ളവരുടെ പണം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബാർച്ചസ്റ്റർ കെയറുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഇതുപോലെയുള്ള ഒരു റിക്രൂട്ട്മെൻറ്റും ബാർച്ചസ്റ്റർ കെയർ നടത്തുന്നില്ല എന്നുള്ള വിവരം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ യുകെയിലേക്ക് ഇപ്പോൾ വിദേശ റിക്രൂട്ട്മെൻറ്റുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ യുകെ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും വലിയ വാർത്തയായിട്ട് ഇത്തരം ഈ ബ്രിട്ടനിൽ നിന്നുള്ള വാർത്തകൾ പുറത്ത് വന്നിട്ടും നമ്മുടെ ആളുകളൊന്നും ഈ വാർത്തയൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും നിരവധി പേരുടെ പണം ഇപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് വൻതോതിലുള്ള വലിയൊരു വിസ തട്ടിപ്പായിരിക്കും. വ്യാജ വെബ്സൈറ്റാണ് ഈ ബാർച്ചസ്റ്റർ കെയറിൻ്റെ ഒരു വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ട് അതിൽ നിന്ന് ആ വെബ്സൈറ്റിൽ നിന്നുള്ള ഇമെയിൽ അഡ്രസ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവർ ഓഫർ ലെറ്ററുകളൊക്കെ അയക്കുന്നതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തോന്നും. ബാർച്ചസ്റ്റർ കെയറിൻ്റെ തന്നെ ഓഫർ ലെറ്ററായിട്ടേ നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ, ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. വിശദമായ പരിശോധനയിൽ മാത്രമാണ് ഇതൊരു വലിയ തട്ടിപ്പാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. യുകെയിലുള്ള 2 മലയാളികൾ ഈ തട്ടിപ്പിൻ്റെ ഭാഗമാണോ എന്ന് നമ്മൾ സംശയിക്കുന്നു. ഇവരുടെ 2 പേരുടെ നമ്പറുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവരെ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു. പക്ഷേ ആരും ഈ ഫോൺ ആൻസർ ചെയ്തില്ല. അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തികൾ ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഇരുന്നു കൊണ്ടായിരിക്കാം ഈ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും ഇതൊരു വലിയ വിസ തട്ടിപ്പാണ്. എല്ലാവരും പ്രത്യേക ജാഗ്രത പാലിക്കുക, തട്ടിപ്പിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇതുപോലെയുള്ള ഓഫറുകളൊക്കെ വരികയാണെങ്കിൽ ദയവ് ചെയ്ത് യുകെയിലുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിരവധി മലയാളികൾ ഇപ്പോൾ യുകെയിലുണ്ട്, അവരോടൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾക്ക് പൈസ കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുള്ളൂ. നമ്മൾ പൈസ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ തട്ടിപ്പുകാരുടെ നിന്ന് പൈസ തിരിച്ച് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പരമാവധി ആളുകളിലേക്ക്, നമ്മുടെ മലയാളികളിലേക്ക് ഈ വീഡിയോ എത്തിച്ച് ഇത്തരം തട്ടിപ്പുകൾ തടയാനായിട്ട് പ്രത്യേകം ഒന്ന് സഹകരിക്കണമെന്ന് കൂടെ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.